ഖത്തറിലേക്ക് ജോലി തേടിയെത്തുന്ന വിദേശികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ് പുതിയ തൊഴിൽ നിയമത്തിലുള്ളത്. വിദേശികളെ ഖത്തറിലേക്ക് ജോലിക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ സേവന വേതന വ്യവസ്ഥകൾ രേഖപ്പെടുത്തിയ കരാർ ഉണ്ടാക്കിയിരിക്കണമെന്നതാണ് വ്യവസ്ഥ. തൊഴിൽ കരാർ സമർപ്പിച്ചതിന് ശേഷം മാത്രമേ പുതിയ വിസകൾ അനുവദിക്കുകയുള്ളൂ. തൊഴിലാളിക്ക് സ്വന്തം രാജ്യത്തു നിന്നു തന്നെ തൊഴിൽ കരാറിലെ വ്യവസ്ഥകൾ അറിയാൻ സാധിക്കുമെന്നതിനാൽ തൊഴിൽ ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാകും. അഡ്മിനിസ്ട്രേറ്റീവ് ഡെവലപ്മെന്റ്, ലേബർ ആൻഡ് സോഷ്യൽ മന്ത്രാലയം അംഗീകരിച്ച തൊഴിൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി പുതിയ തൊഴിൽ വിസകൾ അംഗീകരിക്കുകയുള്ളൂ. തൊഴിൽ കരാർ കാലാവധി പൂർത്തിയാക്കുന്ന വിദേശ തൊഴിലാളിക്ക് ഒരു കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനിയിലേക്ക് സ്വന്തം ഇഷ്ടപ്രകാരം തൊഴിൽ മാറാവുന്നതാണ്. നേരത്തെ ഉണ്ടായിരുന്ന 2 വർഷത്തെ കാത്തിരിപ്പെന്ന നിബന്ധനയാണ് ഇതോടെ ഇല്ലാതാകുന്നത്. എന്നാൽ കാലാവധി നിശ്ചയിക്കാത്ത സ്ഥാപനങ്ങളിൽ 5 വർഷം കഴിഞ്ഞാലേ ജോലി മാറാൻ സാധിക്കുകയുള്ളൂ. നിശ്ചിത സമയത്തിനകം ജോലി കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ നിർബന്ധമായും വിദേശികൾ രാജ്യത്തു നിന്നും പുറത്തുപോയിരിക്കണം. ജീവനക്കാരുടെ പാസ്പോർട്ടുകൾ സ്ഥാപനങ്ങൾ കൈവശം വെക്കരുതെന്നും നിയമം നിഷ്കർഷിക്കുന്നു. പാസ്പോർട്ട് പിടിച്ചുവെച്ചതായി കണ്ടെത്തിയാൽ 25,000 റിയാൽ വീതമാണ് പിഴ ചുമത്തുക. പാസ്പോർട്ട് കൈവശം വെക്കുന്നതിന് ചുമത്തുന്ന ഗൾഫിലെ ഏറ്റവും ഉയർന്ന പിഴയാണിത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ.